Hi guys. Hello. Hello. ഹലോ വ്യൂവേഴ്സ്, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വെൽക്കം ടു അവർ പാരീസ് വ്ലോഗ്. അങ്ങനെ സ്വിറ്റ്സർലാൻഡിൻ്റെ കാഴ്ചകളിൽ നിന്നും നമ്മൾ പാരീസിലേക്ക് ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെയുള്ള മാമനും മാമിയും ഒക്കെ ഫസ്റ്റ് ടൈം തന്നെയാണ് പാരീസിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഈ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ടോട്ടൽ സെലിബ്രേഷൻ മൂഡ് തന്നെയാണ് കേട്ടോ ഞങ്ങൾക്ക്. ഒന്നാമത്തെ കാര്യം, വി ആർ ഗോൺ സെലിബ്രേറ്റ് ന്യൂ ഇയർ ഇൻ എ ന്യൂ കൺട്രി. പിന്നെ നമ്മളെ ജാമിക്കുട്ടീൻ്റെ 4th ബർത്ത്ഡേയും ആണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. നമ്മുടെ ഈ കൊച്ചു ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾക്ക് പറ്റിയ പല അബദ്ധങ്ങളും ഒരുപാട് ഇൻഫർമേഷൻസ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. യൂറോപ്പിലെത്തിയിട്ട് അങ്ങനെ 13 ദിവസമായി. ജർമ്മനിയിൽ നിന്ന് ഒരു കാറ് റെൻ്റ് ഔട്ട് ചെയ്തിട്ടാണ് നമ്മളുടെ റോഡ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. ജർമ്മനിയിൽ നിന്ന് നമ്മൾ നേരെ ലക്സംബർഗിൽ പോയി, അവിടുന്ന് സ്വിറ്റ്സർലാൻഡ്, ദെൻ നമ്മൾ നേരെ പോകുന്നത് പാരീസിലേക്കാണ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങൾ പാരീസിൽ റൂം ബുക്ക് ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കാം. ഞങ്ങൾ തന്നെ നല്ല റിവ്യൂവും അടിപൊളി ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ അവിടെ ഒരു എയർബിഎൻബി ബുക്ക് ചെയ്തു. പക്ഷെ അവിടെ ചെന്ന് നോക്കിയപ്പോഴൊരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടലി ഡിപ്രസ്ഡ് ആയിപ്പോയി. വളരെ ഓൾഡ് സെറ്റപ്പിലുള്ള പാരീസിൻ്റെ ഔട്ട്സ്കേർട്ടിലുള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നു അത്. ഞങ്ങൾ ഏർലി ചെക്കൗട്ട് അടിക്കുകയാണ് അവിടുന്ന് ചെയ്തത്. തലേ ദിവസത്തെ ഉറക്കമൊന്നും ഒട്ടും ശരിയായിട്ടുണ്ടായിരുന്നില്ല. നമ്മളെ മാമനും മാമിയും പപ്പയും ജാമിയും ഒക്കെയാണ് വരുന്നത്. പാരീസിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഐക്കോണിക് ലാൻഡ്മാർക്കുകളിൽ ഒന്നായ ആർക്ക് ഡി ട്രിംഫിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. 1806 നെപ്പോളിയൻ ബോണപ്പാർട്ട് നിർമ്മാണം ആരംഭിച്ചൊരു സ്മാരകമാണിത്. ഫ്രഞ്ച് വിപ്ലവമൊക്കെ നടന്ന സമയത്ത് അന്ന് മരിച്ച പോരാളികളുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത് പണിത് വെച്ചിരിക്കുന്നത്. പാരീസിലെ ഒട്ടുമിക്ക വലിയ സാംസ്കാരിക ചടങ്ങുകളൊക്കെ നടക്കുന്നത് ഈ ആർക്ക് ഡി ട്രിംഫിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. ഇനി ന്യൂ ഇയറിൻ്റെ വലിയ ആഘോഷങ്ങളും ചടങ്ങുകളൊക്കെ നടക്കാൻ പോകുന്നതും ഇതിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് തന്നെയാണ്. ഇന്ത്യ ഗേറ്റൊക്കെ ആയിട്ട് നല്ല സിമിലാരിറ്റി ഉണ്ട്, പക്ഷേ ഇത് കുറച്ചും കൂടി ആർഭാടം കൂടിയതാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നന്നായിട്ട് വിശപ്പിൻ്റെ വിളി വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആക്കിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ളൊരു കഫേയിൽ ഞങ്ങൾ ബ്രഞ്ച് കഴിക്കാൻ കയറി. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ 5 പേർക്കുള്ള ടേബിൾ പറഞ്ഞ് പുറത്ത് വെയിറ്റ് ചെയ്തു. ഐശ്വര്യമായിട്ട് ഞങ്ങൾ ഫ്രഞ്ച് ഡെലിക്കേസീസ് ഇവിടെ നിന്ന് തന്നെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. പൊതുവിൽ പാരീസ് എക്സ്പെൻസീവാണ്, ഫുഡിൻ്റെ കാര്യത്തിലും പ്രത്യേകിച്ച്. ഇപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള ഫാൻസി റെസ്റ്റോറൻറ്റുകളിലേക്കൊക്കെ പോകുകയെന്നുണ്ടെങ്കിൽ ഒരു നേരത്തിന്, അതായത് നിങ്ങളൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയെന്നുണ്ടെങ്കിൽ മിനിമം നിങ്ങൾ 2 ആൾക്കൊരു 5000 ഒക്കെ വെച്ച് കാണണം. നിങ്ങൾക്ക് പ്രോപ്പർ ഡൈനിങ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ സ്ട്രീറ്റ് വെൻഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഗ്രാബ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചിലവ് ചുരുക്കാട്ടോ. പാരീസിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഷാംസ് എലീസീസ് എന്ന് പറയുന്ന ഒരു റോഡാണിത്. ഇതിൻ്റെ 2 സൈഡുകളിലുമായിട്ടാണ് ലോകത്തിലെ വലിയ വൻകിട ബ്രാൻഡുകളുടെ ഷോറൂംസുകൾ ഇരിക്കുന്നത്. ഈ ഇയർ എൻഡ് ഒക്കെ ആവുന്ന സമയത്ത് ലോകത്തുള്ള പല പൈസക്കാരും വന്നിട്ട് നല്ല രീതിയിൽ ഇവിടുന്ന് ഷോപ്പ് ചെയ്ത് പോവാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് LVയുടെ ഒരു ലക്ഷറി ഹോട്ടലിലാണ്. ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല, കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. LVയുടെ ഒരു ബാഗിൻ്റെ രൂപത്തിലാണ് ഈ ഒരു ബിൽഡിംഗ് ഇപ്പോൾ ഇവർ പണി കഴിപ്പിക്കുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് LVയുടെ ഷോറൂമും ഉള്ളത്. ഞങ്ങൾ നോക്കുന്ന സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. ആളുകളൊക്കെ ക്യൂ നിൽക്കുമായിരുന്നു അതിൽ കയറാൻ വേണ്ടിയിട്ട്. LVയിലെല്ലാം കയറി ഷോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ അവിടെ ഒരു ചെറിയ ബാഗ് മേടിക്കാൻ തന്നെ 2.5 ലക്ഷം രൂപയ്ക്ക് ആവും. പാരീസിലെ സിറ്റി ടൂർ ബസ്സാണ് അത്. നിങ്ങളതിന് പാസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ട് സിറ്റി കറങ്ങാൻ പറ്റും. നടക്കുന്ന വഴിക്കൊക്കെ സ്ട്രീറ്റിൽ ഇതേപോലെ പെർഫോം ചെയ്യുന്ന കുറച്ച് ആളുകളെയൊക്കെ കണ്ടു. അത് കാണാൻ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. പാരീസിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇരുന്ന് നടക്കുകയാണ്. കാരണം ഈ സിറ്റിയുടെ മുഴുവൻ ഭംഗിയിരിക്കുന്നത് ഈ സ്ട്രീറ്റുകളിലും ഈ ഭംഗിയുള്ള ബിൽഡിങ്ങുകളിലും ഒക്കെയാണ്. പിന്നെ എവിടെ തിരിഞ്ഞു കഴിഞ്ഞാലും ഭയങ്കര ഫാഷൻ സെൻസ് ഉള്ള ആൾക്കാരാണ്. ഇവരുടെ ഇടയിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി തോന്നിയപ്പോൾ, കാരണം അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇവിടെയുള്ള ആൾക്കാർ ഡ്രസ്സ് ചെയ്യുന്നത്. ഈ ഷാംസ് എലീസീസ് എന്ന് പറയുന്ന ഈ ഒരു സ്ട്രീറ്റിൽ ലോകത്തിലെ തന്നെ എല്ലാ വലിയ വൻകിട ബ്രാൻഡുകളും നമുക്ക് കാണാൻ പറ്റും. സെഫോറയുടെ തന്നെ യൂറോപ്പിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് സ്റ്റോറാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്.
ഇയർ എൻഡിങ് ആയതുകൊണ്ട് തന്നെ നല്ല സെയിൽസ് നടക്കുന്നുണ്ട് സെഫോറയിൽ. അപ്പോൾ നമ്മളും ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ കയറുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് ഇതല്ലാണ്ട് വേറൊരു പണിയില്ലേ എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ കയറിയത് ടോട്ടലി വെറുത്തായിരുന്നു കേട്ടോ. നല്ല ഓഫേഴ്സ് നടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലിമിറ്റഡ് എഡിഷനുകളിലുള്ള പല ബ്രാൻഡുകളുടെയും കളക്ഷൻസ് ഞങ്ങൾക്ക് അവിടെ കാണാൻ പറ്റി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുത്തൊരു എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലമാണ് പാരീസിലെ ഷാംസെലീസീസിലുള്ള സെഫോറയുടെ ബ്രാഞ്ച്. അപ്പോൾ സെഫോറ ലവേഴ്സ് ഇവിടെ കമോൺ, ഇതൊരു മസ്റ്റ് വിസിറ്റ് സ്ഥലം തന്നെയാണ്. ഇവിടെ കളയാൻ നമുക്ക് അധികം സമയമില്ല, കാരണം സൺസെറ്റ് ഇവിടെ നേരത്തെയാണ്. 4:30 ആകുമ്പോഴത്തേനും സൂര്യൻ്റെ വഴിക്ക്. കാരണം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് വേറെ പരിപാടി ഉണ്ട്. ജാമിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണം. ഈഫൽ ടവറിലാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കേക്കൊക്കെ മേടിക്കാനുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് വിഷമത്തോടെയാണെങ്കിലും അവിടെ നിന്ന് ഇറങ്ങി. പാരീസിൽ വന്നിട്ടുള്ള പലരും പറഞ്ഞൊരു കാര്യമാണ് ഇവിടെ പാർക്കിംഗ് ഫീസിൻ്റെ കാര്യം. പാർക്കിംഗ് ഫീ മറ്റ് യൂറോപ്പിലുള്ള സ്ഥലങ്ങളിനേക്കാളും കൂടുതലാണ് ഇവിടെ. അതായത് നമുക്ക് ഹവർലി 4 to 8 യൂറോസ് വരെയാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർക്കിംഗ് ഫെസിലിറ്റീസ് ഇവിടെ കുറവാണ്. ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഈ കണ്ട പൈസയാവും. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മളൊരു 10 hours ഒക്കെ പാർക്ക് ചെയ്തിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്കൊരു 5,000 to 6,000 റുപ്പീസ് ആവും കേട്ടോ. ഇതിനുള്ളൊരു പരിഹാരം മാക്സിമം പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുക. കാറൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലുണ്ടെങ്കിൽ അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്യുക. പിന്നെ ഇവിടെ വരുന്നവർ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. നിങ്ങൾ പെട്ടി കുട്ടി ഈ വക കാര്യങ്ങളൊക്കെ നന്നായിട്ട് കണ്ണുകൊണ്ട് സൂക്ഷിക്കുക. കണ്ണ് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കയ്യിലുള്ള അണ്ടർവെയർ വരെ അടിച്ചു മാറ്റുന്ന ആൾക്കാരാണ് പാരീസിലുള്ളത്. ഞങ്ങളിവിടെ കണ്ട ഒരു ഇന്ത്യൻ ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞത് നിങ്ങൾ ഈ കാറിൻ്റെ ഉള്ളിൽ ഇത്രയും സാധനങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾ അവിടെയും ഇവിടെ റാൻഡായിട്ട് പാർക്ക് ചെയ്യരുത് എന്നുള്ളതാണ്. കാരണം ഇവിടെ കണ്ടമാനം തെഫ്റ്റ് നടക്കുന്നുണ്ട്. ആൾക്കാർ കാറിൻ്റെ ചില്ലും ഡോറൊക്കെ പൊളിച്ചിട്ടൊക്കെയാണ് എടുത്തുകൊണ്ട് പോകുന്നത്. അതായത് പാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയും കണ്ടും പാർക്ക് ചെയ്യുക. ചില പാർക്കിങ്ങുകളൊക്കെ റെസിഡൻസിന് മാത്രം ഉള്ളതായിരിക്കും. അങ്ങനത്തെ സ്ഥലത്ത് കൊണ്ടേ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 250 യൂറോസ് 200 യൂറോസ് ഇങ്ങനെയൊക്കെ ആയിരിക്കും ചാർജ് വരിക. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഗൈസ് നമ്മൾ ഫൈനലി നമ്മളെ പാരീസിൻ്റെ അത്ഭുതമായിട്ടുള്ള ഈഫൽ ടവർ കാണാൻ വേണ്ടി പോവാണ്. അത് നമ്മളെ ജാമിക്കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും എനിക്ക് ഈ മൊമെൻറ്റ് ഡിസ്ക്രൈബ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയില്ല. അത്രയും അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്സിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. കപ്പിൻ്റെ സ്വർഗരാജ്യം എന്നുള്ള സിനിമയിൽ നിവിൻ പോളി ഒരു ഡയലോഗ് പറയുന്നുണ്ട്, ഞാനിപ്പോൾ കയറി ചെല്ലുന്ന ഒരു പഴയ ഫിലിം ഫ്രെയിമിലേക്കല്ല, ഒരുപാട് നാളായിട്ട് കാണുന്ന ഒരു സ്വപ്നത്തിലേക്കാണെന്നൊക്കെ ഉള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡയലോഗൊക്കെ ഇവിടെ ഭയങ്കര ഒരു മീനിങ് ഫുൾ ആവുകയാണ് കേട്ടോ. ഞങ്ങളെ സംബന്ധിച്ച് ഒരു ന്യൂ ഇയറും മോളുടെ ബർത്ത്ഡേ ഒക്കെ പാരീസിൽ വന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മൊമെൻറ്റുകളിലൊക്കെ നമ്മൾ പഠിച്ചവനോട് അറിയാതെ നന്ദി പറഞ്ഞു പോകും. ഈഫൽ ടവർ കണ്ടിട്ട് ഞങ്ങളെല്ലാവരും മന്ദം വിട്ട് കുന്തം പോലെ നോക്കി നിൽക്കാന്നൊക്കെ പറയില്ലേ, അതുപോലെ അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നേരിട്ട് തന്നെ വന്ന് കാണണം. പിന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യട്ടോ നന്നായിട്ട് തന്നെ. പടച്ചോൻ അതെന്തായാലും നിങ്ങൾക്ക് നടത്തി തരും. പപ്പയും മാമനും ഒക്കെ കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് പോയി. ഞങ്ങളാണെങ്കിൽ ഇവിടെ ഒരു സ്പോട്ട്, നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്യണ്ട, അപ്പോൾ ഒരു സ്പോട്ട് അന്വേഷിച്ച് ഇറങ്ങിയതാണ് ഞാനും മാമിയും. നടക്കുന്ന വഴിക്കൊക്കെ ഒരുപാട് സ്ട്രീറ്റ് വെൻഡേഴ്സ് ഉണ്ട്. ഇനിയിപ്പോൾ പിള്ളേരെല്ലാം കൊണ്ട് നടക്കുമ്പോൾ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യിക്കാനാണ് ഏറ്റവും വലിയ പാട്. ഈഫൽ ടവർ ഇങ്ങനെ ഈ ഒരു ലൈറ്റിങ്ങിൽ കാണാനുള്ള ഒരു ഭംഗി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് ഇത്. എല്ലാ മണിക്കൂർ കൂടുമ്പോഴും 5 മിനിറ്റ് ഈഫൽ ടവർ ഇങ്ങനെ ലംഘിക്കെത്തും. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഈഫൽ ടവറിൻ്റെ അടുത്ത് തന്നെയുള്ള പാർക്കിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ വേണം നമുക്കൊരു സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ കേക്കെല്ലാം കട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഫോട്ടോസൊക്കെ കറക്റ്റ് ആംഗിളിൽ കിട്ടാൻ വേണ്ടിയിട്ടൊരു സ്ഥലം അന്വേഷിച്ച് നടക്കുകയാണ് നമ്മൾ. ഏകദേശം ഒരു സ്പോട്ട് ഒത്തിരുന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ. ആൾക്കാരൊക്കെ വന്നിട്ട് മാക്സിമം കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ജാമിക്കുട്ടിയുടെ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്.
കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങളുടെ ചുറ്റിനും തന്നെ ഇതുപോലത്തെ ഒരുപാട് പരിപാടികൾ നടക്കുന്നത് കണ്ടു. ഇതൊക്കെ പ്രൊഫഷണലി എത്തിച്ചു തരാൻ വേണ്ടിയിട്ട് പാരീസിൽ കുറേ ഇവൻറ്റ് മാനേജ്മെൻറ്റ് സർവീസുകളും ഉണ്ട്. നമ്മളുടെ ഈ ഒരു ദിവസം ഒന്നും കൂടി കളറാക്കാൻ വേണ്ടിയിട്ട് ബർത്ത്ഡേ ഡിന്നർ കഴിക്കാൻ നല്ല റേറ്റിംഗ് തപ്പിയുള്ള റെസ്റ്റോറൻറ്റ് നോക്കി ഞങ്ങൾ ഇറങ്ങി. AR റഹ്മാൻ്റെ ഈ പാട്ടൊക്കെ കേട്ട് വളർന്ന 90s കിഡ്സായ നമ്മൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഇത് പാടിപ്പോവും. ആ കാണുന്നതൊക്കെ ലൂവിയർ പാലസ്, ലൂവിയർ മ്യൂസിയത്തിൻ്റെ ഒക്കെ ഭാഗങ്ങളാട്ടോ. നല്ല ലെങ്ത് ഉണ്ട്, എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു കിലോമീറ്ററൊക്കെ ലെങ്ത്തിലാണ് ഇത് കിടക്കുന്നത്. സിറ്റിയിൽ കൂടെ ഒരു റൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. യൂറോപ്പിൽ ഏറ്റവും ഗ്രാൻഡിയർ സിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാരീസ് തന്നെയാണ്. അതിൽ നമുക്ക് ഒരു ഡൗട്ടും ഉണ്ടാവില്ല ഈ കാഴ്ചകളൊക്കെ കാണും. എൻ്റെ യൂറോപ്പിൻ്റെ മൊത്തത്തിലുള്ള ഒരു ആഠ്യത്വം കൊണ്ടുവച്ചിരിക്കുന്നത് പാരീസ് സിറ്റിയിലാണ്. കാരണം അത്രയും ഗ്രാൻഡിയർ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സും ബിൽഡിങ്ങുകളുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ ഡിന്നറൊക്കെ ഓർഡർ ചെയ്തതിൻ്റെ കൂട്ടത്തിൽ മനീഷ് മാമൻ പറഞ്ഞാൽ നമുക്ക് സ്നെയിൽസിന് ട്രൈ ചെയ്താലോ എന്നുള്ളത്. സ്നെയിൽ എന്ന് പറയുമ്പോൾ നമ്മളെ ഉച്ച തന്നെ. അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഇത് കേട്ടപ്പോൾ അയ്യോ വേണോ ട്രൈ ചെയ്യണോ എന്നൊക്കെ ഉള്ളതായിരുന്നു. പക്ഷേ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ ടോട്ടലി സർപ്രൈസ്ഡ് ആയിപ്പോയി. അത്യാവശ്യം നല്ല ഫ്ലേവർഫുൾ മീറ്റ് തന്നെയാണ്. For you, Miss Chicken with rice. Enjoy your meal. Bon appétit. ഡിന്നറൊക്കെ നല്ല സൂപ്പറാക്കി തന്നെ കഴിച്ച് നമ്മളുടെ ജാമിക്കുട്ടിൻ്റെ ബർത്ത്ഡേ അങ്ങനെ അടിപൊളിയാക്കി. നമ്മളുടെ സെക്കൻഡ് ഡേ ഇൻ പാരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. തലേ ദിവസം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നൊവോട്ടലിൻ്റെ ഹോട്ടലിലാണ് നമ്മൾ എടുത്തത്. പാരീസ് സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു ഹാഫ് ആൻ അവർ ഡ്രൈവ് ഉണ്ട് ഇവിടേക്ക്. ഇവിടെയുള്ള 90% ഹോട്ടലുകളും കോമ്പാക്ട് സൈസിൽ വരുന്നതാണ്. പിന്നെ ഹോട്ടലിൽ നമ്മൾ അധികം സമയം ഇരിക്കാത്തത് കൊണ്ട് തന്നെ നമുക്കത് ഓക്കെ ആയിരുന്നു. പാരീസ് എക്സ്പെൻസീവ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഫെസ്റ്റീവ് സീസണൊക്കെ ആവുന്ന സമയത്ത് ഹോട്ടലുകളുടെയൊക്കെ റേറ്റ് സ്കൈ റോക്കറ്റിംഗ് ആയിട്ട് തന്നെ പോകും. ഇപ്പോൾ യൂറോപ്പിൽ വന്നിട്ട് നമുക്ക് കിട്ടിയതിൽ മോശം സ്റ്റേ ആയിപ്പോയത് പാരീസിലാണെന്ന് പറയേണ്ടി വരും. നമുക്ക് ഈ കോമ്പാക്ട് റൂമായ കാരണം കൊണ്ട് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് ഇപ്പോൾ ഏഷ്യൻ കൺട്രീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ലക്ഷറി നമുക്ക് ഫീൽ ചെയ്യും. കൊടുത്ത പൈസയ്ക്കുള്ള ആ ഒരു ഫെസിലിറ്റി നമുക്ക് ഉണ്ടാകും. പക്ഷെ ഇവിടെ നമുക്ക് അത്ര ഓപ്ഷൻസ് ഇല്ല. ഒരു പാർക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് കറങ്ങാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായിട്ടുണ്ട് കേട്ടോ. കാരണം ഇവിടെ പാരീസിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു കാര്യം കാറ് പാർക്കിംഗ് തന്നെയാണ്. സിറ്റി പരിചയമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാകും. പക്ഷെ ആദ്യമായിട്ട് വരുന്നവർക്ക് ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. ഡിസംബർ 31 ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക പാർക്കിങ്ങുകളും ഒക്യുപ്പൈഡ് ആണ്. റോഡിൽ അത്യാവശ്യം ട്രാഫിക്കും ഉണ്ട്. നമ്മൾ കടന്നു പോകുന്ന ഈ വഴികളൊക്കെ സമ്മർ ആകുമ്പോൾ കാണാൻ വേറെ തന്നെ ഭംഗിയാണ്. ആ സമയത്ത് ഈ മരങ്ങളിൽ ഇല കൊഴിഞ്ഞു നിൽക്കുന്ന ഈ മരങ്ങളിലൊക്കെ ഇലകളും പൂക്കളൊക്കെ വരും. അപ്പോൾ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് പാരീസിനെ നമുക്ക് കാണാൻ പറ്റുക സമ്മർ സീസണിൽ തന്നെയാണ്. അങ്ങനെ കാറൊക്കെ ഒരു തരത്തിൽ പാർക്ക് ചെയ്തു. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. നമ്മൾ പാർക്കിംഗ് ചെയ്ത് ഇറങ്ങിയപ്പോഴത്തേനും സമയം ഏകദേശം 2:30-3 മണി ആയിട്ടുണ്ടായിരുന്നു. ഇവിടെയുള്ള കഫേസും ഹോട്ടലുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ക്യൂട്ടാണ്. അതായത് ഒരു ലൈനിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഫ്രാൻസിൽ വന്ന ഫ്രഞ്ച് ഫുഡ് ഇത് വീമ്പ് പറഞ്ഞിരുന്ന ഞങ്ങൾ 2ാമത്തെ ദിവസമായപ്പോഴത്തേനും കാബ്സിൻ്റെ ഡെഫിഷ്യൻസി ശരിക്കും അറിഞ്ഞു തുടങ്ങിയിരുന്നു. അപ്പം ഞങ്ങൾ ഒരു തായ് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് റൈസും കുറച്ച് കറികളൊക്കെ കഴിച്ച് ഞങ്ങളുടെ ആ ഒരു ഡെഫിഷ്യൻസി മാറ്റി. കാപ്സ് കഴിക്കുമ്പോൾ ഉള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് വേറെ ഏതൊരു ഫുഡ് കഴിക്കുമ്പോഴും കിട്ടില്ല, പ്രത്യേകിച്ചും മലയാളികൾക്ക്. ലഞ്ച് കഴിക്കലും കാർ പാർക്കിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സമയമായിട്ടുണ്ട്. ഏകദേശം 4 മണി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡേ ലൈറ്റ് പരിമിതി ഉള്ള കാരണം കൊണ്ട് തന്നെ നമ്മൾ വേഗം ലൂവിയർ മ്യൂസിയം കാണാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. റഷ്യയും ഫ്രാൻസും തമ്മിൽ നല്ല ടേംസിലാണെന്ന് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ബ്രിഡ്ജാണ്. ഭയങ്കര മജസ്റ്റിക് വ്യൂ ആണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ബ്രിഡ്ജാണത്. അലക്സാണ്ട്രേ പോണ്ട് 3 എന്നാണ് അതിൻ്റെ പേര്. റഷ്യൻ ചക്രവർത്തി ആയിരുന്ന അലക്സാണ്ടർ 3 പേരാണ് ഈ പാലത്തിനിട്ടിരിക്കുന്നത്.
എൻ്റയർ പാരീസിലുള്ളൊരു സിംഗിൾ സ്പാൻ ബ്രിഡ്ജാണിത്. ഇതിൻ്റെ വളവോ തിരിവോ ഇല്ല. ഈ ബ്രിഡ്ജിൻ്റെ താഴെ കൂടെ ഒഴുകുന്ന സീൻ റിവറാണ് പാരീസിൻ്റെ ഒരു നടുക്കഷ്ണം എന്നുള്ളത് നമുക്ക് പറയാം. അതിൻ്റെ റൈറ്റിലും ലെഫ്റ്റിലുമായിട്ടാണ് ഈ ഒരു സിറ്റി വിപുലീകരിച്ച് കിടക്കുന്നത്. ഇതുപോലെയുള്ള ഒരു 37ഓളം ബ്രിഡ്ജുകൾ പാരീസിലുണ്ടെന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബ്രിഡ്ജ് ഇത് തന്നെയാണ്. ഈ ബ്രിഡ്ജിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈഫിൽ ടവർ കാണാം, താഴെ നമുക്ക് സീൻ റിവർ കാണാം. നിങ്ങൾ നെറ്റ്ഫ്ലിക്സിൽ അണ്ടർ പാരീസ് പറഞ്ഞിട്ടുള്ളൊരു മൂവി കണ്ടിട്ടുണ്ടോ? അതിൽ കുറച്ച് ഫിക്ഷണലാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പാരീസിനെ പറ്റി പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒളിമ്പിക്സ് നടന്ന സമയത്ത് നീന്തൽ മത്സരങ്ങളൊക്കെ നടന്നത് ഈ സീൻ റിവറിലാണ്. പക്ഷെ ഇത് ഭയങ്കര പൊല്യൂട്ടഡ് ആയിട്ടുള്ളൊരു റിവറാണെന്നാണ് പറയുന്നത്. അന്ന് ഒരുപാട് വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ സീൻ റിവറിൽ കൂടെ തന്നെ പോകുന്ന 100 കണക്കിന് ക്രൂസ് സർവീസുകളുണ്ട്. ബ്രിഡ്ജിൽ നിൽക്കുന്ന സമയത്ത് കണ്ടമാനം പോലീസ് വാഹനങ്ങൾ ഞങ്ങളെ പാസ് ചെയ്ത് പോവുകയുണ്ടായി. ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് പോലീസ് ഫോഴ്സിനെ സിറ്റി മൊത്തം ഡിപ്ലോയ് ചെയ്യുന്ന ഒരു കാഴ്ചയാണിത്. ഇനി നമ്മൾ നേരെ പോകുന്നത് ലൂവിയർ മ്യൂസിയം കാണാനാണ്. ഒരുപാട് ആൾക്കാർ നമ്മുടെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ വരുന്നുണ്ട്. അവരെല്ലാവരും തന്നെ ഷാംസെലീസിയിലേക്ക് പോവുകയാണ് ന്യൂ ഇയറിന് സ്ഥലം പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നടന്ന് നമ്മളൊരു സ്ക്വയർ പോലത്തെ സ്ഥലമെത്തി. അവിടെ എത്തിയപ്പോൾ നമ്മൾ ഇന്ത്യൻ മ്യൂസിക് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ക്യൂരിയോസിറ്റീൻ്റെ പുറത്ത് അവിടെ ചെന്ന് നോക്കി. അയാളുടെ പെർഫോമൻസ് കണ്ടു എന്നിട്ട് സമയം പോകുന്നതേ അറിയുന്നുണ്ടായിരുന്നില്ല. ഈ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ തന്നെയും 100-200 വർഷം പഴക്കമുള്ളതാണ് കേട്ടോ. ഇതൊക്കെ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് ഈ ഫ്രഞ്ച് ഗവൺമെൻറ് കൊണ്ട് നടക്കുന്നതിന് അവർക്കൊരു കയ്യടി കൊടുക്കണം. ഇതൊക്കെ കാണുമ്പോൾ നമ്മളുടെ നാട് എന്ന് ഇങ്ങനെയൊക്കെ ആവും എന്നുള്ളത് ആലോചിച്ചിരിക്കുക എന്നല്ലാണ്ട് വേറൊന്നും ചെയ്യാൻ നമുക്കില്ല. പിന്നെ എന്തുകൊണ്ട് ഇത്രയും മൈഗ്രേഷൻ നമ്മളെ നാട്ടിൽ നിന്ന് നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ കാരണം. ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ, ലൈഫ്, എൻ്റർടൈൻമെൻറ്റ് ഇതൊന്നും നമ്മളെ നാട്ടിൽ നമ്മുടെ ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ട് തന്നെയാണ് ഫോർ ബെറ്റർ ഫ്യൂച്ചർ, ഫോർ ബെറ്റർ ലൈഫ് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്തു പോകുന്നത്. അങ്ങനെ നടന്ന് നമ്മൾ ലൂവിയർ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലെത്തി. ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കമുള്ളതും വലുതുമായിട്ടുള്ള മ്യൂസിയമാണ് ഈ കാണുന്ന ലൂവിയർ മ്യൂസിയം. മ്യൂസിയം ക്ലോസ്ഡ് ആയിട്ടും കൂടിയും ഇവിടെ ഇത്രയും തിരക്കാണ്. ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുക. ആ ഒരു ഗ്ലാസ് പിരമിഡ് കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. അത് നൈറ്റിൽ ആ ഒരു ലൈറ്റിങ്ങിൽ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഗ്ലാസ് പിരമിഡാണ് ഇതിൻ്റെ മെയിൻ എൻട്രി ആയിട്ട് കൊടുത്തിട്ടുള്ളത്. മ്യൂസിയം മോഡേണൈസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് 1984 ഈ ഗ്ലാസ് പിരമിഡിൻ്റെ എൻട്രൻസ് ഒക്കെ കൊടുത്തത്. അതിൻ്റെ മുന്നേക്ക് ഒരു ചെറിയ എൻട്രൻസുകളായിരുന്നു ഇതിനുണ്ടായിരുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല മ്യൂസിയത്തിൻ്റെ ഒരറ്റത്തുനിന്ന് വേറൊരറ്റം 700 മീറ്റർ ലെങ്ത് ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ ഈ ആർട്ട് വർക്ക്സ് കാണണമെന്നുണ്ടെങ്കിൽ 16 കിലോമീറ്റർ നടന്ന് കാണാനുണ്ടെന്നാണ് പറയുന്നത്. അതായത് 35,000 കൂടുതൽ ആർട്ട് വർക്കുകൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു ആർട്ട് വർക്കുകൾ കണ്ടു തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ഒരു ദിവസം മതിയാവില്ല. അതിനെന്തായാലും ഒരു 2-3 ദിവസം വേണ്ടി വരും. വന്നിട്ട് മൊണാലിസാനെ കാണാൻ നമുക്ക് പറ്റിയിട്ടില്ല. തൽക്കാലം ഇതൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യാല്ലേ. ഒരു വർഷത്തിൽ 10 മില്യൺ ആൾക്കാരാണ് ഈ ലൂവിയർ മ്യൂസിയം കണ്ടിട്ട് പോകുന്നത്. സംഭവം ലൂവിയർ മ്യൂസിയം അടിപൊളിയാണ്. കാണാൻ മാത്രമുള്ള കാര്യങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ. പക്ഷെ നടന്ന് ആകെ ക്ഷീണിച്ച കാരണം കൊണ്ട് ഞങ്ങളൊരു ബസ് എടുത്ത് നേരെ അടുത്ത സ്പോട്ടിലേക്ക് പോയി. ന്യൂ ഇയർ ആയത് കാരണം കൊണ്ട് തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടുകളെല്ലാം തന്നെ ഫ്രീ ആണ്. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് 900 വർഷം പഴക്കമുള്ള നോട്രഡെയിം കത്തീഡ്രൽ കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് കംപ്ലീറ്റ്ലി ഫ്രഞ്ച് ഗോത്തിക് സ്റ്റൈൽ ഉണ്ടാക്കിയതാണ്. അന്നത്തെ കാലത്ത് ചുണ്ണാമ്പുകളിലും മറ്റും ഉപയോഗിച്ചുണ്ടാക്കിയതാണ് ഈ ഒരു പള്ളി. 2019 വലിയൊരു തീപിടുത്തത്തിൽ ഈ പള്ളിയുടെ ഒരുപാട് ഭാഗങ്ങൾ കത്തി നശിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് 5 വർഷം എടുത്ത് ഈ കഴിഞ്ഞ കൊല്ലമാണ് ഇത് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തത്. ക്രൈസ്തവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു ദേവാലയമാണിത്. ഇവിടെയാണ് യേശുവിൻ്റെ മുൾക്കിരീടമൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. നമ്മളുടെ ഒരു ഭാഗ്യക്കേട് എന്ന് പറയേണ്ടി വരും. ഞങ്ങൾ എത്തുന്നതിൻ്റെ ഒരു 2 സെക്കൻഡ് മുന്നേ ആയിരുന്നു ഇതിൻ്റെ ആ ഡോർ അടച്ചിട്ടുണ്ടായിരുന്നത്.
ഈ കാണുന്ന ഒരു ഭാഗമാണ് ഈ പള്ളിയുടെ മെയിൻ എൻട്രൻസ് ആയിട്ടുള്ളത്. അവിടെ കൊത്തി വെച്ചിട്ടുള്ള ശില്പങ്ങൾ കണ്ടാൽ അറിയാം, വളരെ കോംപ്ലക്സ് ആണ് അത് കാണാൻ. ഒറ്റയടിക്ക് കാണുമ്പോൾ നമുക്കിതെല്ലാം സെയിം ആണ് അല്ലെങ്കിൽ ഒരേപോലത്തെ ശില്പങ്ങളാണെന്ന് തോന്നുമെങ്കിലും ശരിക്കും സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ശില്പങ്ങൾ തന്നെയാണ്. അങ്ങനെ 2024 അവസാനത്തെ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പോയി. വർത്താനം പറഞ്ഞ് ഫുഡ് കഴിച്ച് സമയം പോയത് അറിയണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഒരു 15 മിനിറ്റ്സ് ബിഫോർ ന്യൂ ഇയർ ആണ് ഞങ്ങൾ അവിടെ നിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ 2025 ന്യൂ ഇയർ നമ്മൾ പാരീസിൽ കണ്ടു. ഇപ്രാവശ്യം ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഈഫൽ ടവറിൽ ഫയർ വർക്ക്സ് ഒന്നുമില്ല കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ പോലെ AI വീഡിയോസൊക്കെ കാണുന്നുണ്ട് ഫയർ വർക്ക്സൊക്കെ ഉള്ളത്. പക്ഷേ ഇപ്പോൾ ഫയർ വർക്ക്സ് ഒന്നും ഈഫൽ ടവറിൽ നടക്കുന്നില്ല. ഗ്രാൻഡ് ആയിട്ടുള്ള ആഘോഷങ്ങൾ മൊത്തം നടക്കുന്നത് ഷാംസ്-എലീസീസിലും ആർക് ഡി ട്രിയംഫിലും ഒക്കെയാണ്. പക്ഷെ അവിടുത്തെ തിരക്ക് നമുക്ക് മാനേജ് ചെയ്യാനുള്ളൊരു ഡൗട്ട് ഉള്ളത് കൊണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. പുതുവർഷത്തിൻ്റെ ആദ്യത്തെ യാത്ര നമ്മൾ ബെൽജിയത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഹോട്ടലിൽ നിന്ന് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തു. ഒന്നും കൂടിയും നമ്മളെ ഈഫൽ ടവർ കാണാൻ വേണ്ടി പോവാണ്. കാരണം നമ്മൾ ഡേ ലൈറ്റിൽ ഉള്ള നല്ല ഫോട്ടോസും വീഡിയോസും ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോകും. എന്താ നല്ല ഒന്നാന്തരം ചവിട്ട് നാടകമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. പാരീസിൽ ഒരുപാട് സ്ഥലത്ത് ഈ ടീമുകളുണ്ട് കേട്ടോ. ഇവർക്ക് തന്നെയാണ് പരിപാടി ആൾക്കാരെ പറ്റിക്കൽ. ന്യൂ ഇയർ അതിനെക്കൊണ്ട് തലേ ദിവസത്തെ ക്ഷീണം കൊണ്ട് എല്ലാവരും ഉറങ്ങാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ക്യൂ ഒക്കെ നിന്നിട്ട് ഞങ്ങൾക്ക് ഫൈനലി ഈഫൽ ടവറിലേക്ക് എൻട്രി കിട്ടി. മില്യൺസ് ഓഫ് യൂറോസ് ഫ്രാൻസിന് ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ടവറാണ് ഈഫൽ ടവർ. ഇത് പാരീസിൻ്റെ മൊത്തത്തിലുള്ള ഒരു എലഗൻസിനെയും മാർട്ടിനെയും കൾച്ചറിനെയൊക്കെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. എല്ലാ കൊല്ലവും 10 മില്യൺ വിസിറ്റേഴ്സാണ് ഇത് കണ്ടുപോകുന്നത്. 1800കളുടെ അവസാനത്തിൽ ബിൽറ്റ് ചെയ്തൊരു മോണിമെൻ്റാണിത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പെയ്ഡ് മോണിമെൻ്റാണ് ഈഫൽ ടവർ. അന്നത്തെ കാലത്ത് 2 കൊല്ലം 2 മാസമൊക്കെ എടുത്തിട്ടാണ് ഈ ടവർ നിർമ്മിച്ചിരിക്കുന്നത്. ഇതാദ്യം ഉണ്ടാക്കിയ സമയത്ത് കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല. എന്താണ് ഇത് ഇരുമ്പിനെ കൊണ്ടും മുരുക്കിനെ കൊണ്ടും ഒരു ടവർ ഉണ്ടാക്കിയിരിക്കണേന്നൊക്കെയാണ് അന്ന് ആൾക്കാർ പറഞ്ഞത്. അങ്ങനെ ഈഫൽ ടവറിൻ്റെ ഫ്രണ്ടിൽ ഞാനും മാമിയൊക്കെ സ്റ്റെപ്പ് ഇട്ടു. ഞങ്ങളെ വിചാരം ഞങ്ങൾ നയൻതാരയാണെന്നൊക്കെയാണ്. അപ്പം മാരക സ്റ്റെപ്പ് ഇടലൊക്കെ ആയിരുന്നു. ആരൊക്കെയോ ഞങ്ങളെ സ്റ്റെയർ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അറിയാത്ത സ്ഥലത്ത് നമുക്ക് ഒടുക്കത്തെ കോൺഫിഡൻസ് ആയിരിക്കുമല്ലോ, അതുകൊണ്ട് ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്തില്ല. ഈഫൽ ടവർ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും കുറച്ച് ഫിലിമി ആയി പോകട്ടോ. അതൊരു തെറ്റൊന്നുമല്ല. മനീഷ് മാമന് ഇടയിൽ കൂടെ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് വരുന്നുണ്ട്. ഞങ്ങളും കപ്പിൾസായിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഈ പിള്ളേരെയും കൊണ്ട് പോകുന്ന സമയത്ത് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു സംഭവം അവരെ കൂട്ടിയിട്ടൊരു ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ്. കാര്യമില്ലാണ്ട് വെറുതേനെ കരഞ്ഞുകൊണ്ടിരിക്കുക, അതാണ് ഇവരുടെ ഒരു ഹോബി. സമയത്തിൻ്റെ ഒരു പരിമിതി ഉള്ള കാരണം കൊണ്ട് ടവറിൻ്റെ മുകളിലേക്കുള്ള ടിക്കറ്റ് നമ്മൾ എടുത്തില്ല. കാരണം നമുക്ക് ഇവിടെ നിന്ന് ഇനി നേരെ ബെൽജിയം പോകാനുള്ളതാണ്. അപ്പോൾ ഒരുപാട് മെമ്മറീസായിട്ട് നല്ല ഓർമ്മകളുമായിട്ടാണ് നമ്മൾ പാരീസിൽ നിന്ന് പോകുന്നത്. ഇനിയും തിരിച്ചു വരാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ പോകുന്നത്. താങ്ക് യു ഫോർ ദ മെമ്മറീസ് പാരീസ്. അപ്പോൾ പാരീസിനോട് സലാം പറഞ്ഞ് നമ്മൾ നേരെ ബെൽജിയത്തിലേക്ക് പോകണം. അപ്പോൾ എല്ലാവർക്കും ബൈ.